തൃശൂരിൽ 6 നഗരസഭകളിൽ 5ഇടത്തും ഇടതുമുന്നണി അധികാരത്തിലെത്തി. LDF അസാധുവായ ഇരിങ്ങാലക്കുട നഗരസഭ ഭരണം UDF-ന്. തൃശൂർ കോർപ്പറേഷനിൽ അജിത ജയരാജൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിക്കാണ് കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ളത്. വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, കോർപ്പറേഷനിലെയും മറ്റ് നഗരസഭകളിലെയും ഏറ്റവും ഒടുവിലത്തെ ചിത്രം എങ്ങനെയാണ്? പ്രജീഷ്, 7 നഗരസഭകളിൽ 6ഇടത്താണ് LDF അധികാരത്തിലെത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. ഇപ്പോൾ കോർപ്പറേഷനിലെ ഭരണമാണ് ഇപ്പോൾ LDF പിടിച്ചെടുത്തിരിക്കുന്നത്. 2005-ൽ കോർപ്പറേഷൻ ഭരണം LDF-നായിരുന്നു. തുടർന്ന് 2010-ൽ UDF ഭരണം പിടിച്ചെടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ 55-ൽ 26 അംഗങ്ങളുടെ പിന്തുണയോടെ കൂടിയാണ് LDF-ന്റെ അജിത ജയരാജൻ തൃശൂർ കോർപ്പറേഷൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. LDF-ൽ നിന്ന് തന്നെയുള്ള വർഗീസ് കണ്ടംകുളത്തിയാണ് ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഏകദേശം ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അല്പസമയത്തിനകം നടക്കും. ഇപ്പോൾ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞിരിക്കുന്നത്. 55 ഡിവിഷനുകളിൽ 26 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ LDF തിരഞ്ഞെടുക്കപ്പെട്ടത്. 21 അംഗങ്ങളുമായി സഭയിലെത്തിയ UDF 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, റിപ്പർ സ്ഥാനാർത്ഥികളെ കൂടി ഒപ്പം ചേർത്ത് അംഗബലം 23 ഉയർത്തിയെങ്കിലും ഇത് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ, മേയർ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഗുണമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അവർക്ക് BJP 6 സീറ്റുകൾ സ്വന്തമാക്കിയ BJP-യും മേയർ സ്ഥാനത്തേക്ക് മത്സര രംഗത്തുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണയുള്ള LDF ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം തിരികെ പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ജില്ലയിലെ 7 നഗരസഭകളിൽ 6ഇടത്തും LDF ഭരണത്തിലെത്തി കഴിഞ്ഞു. ചാലക്കുടി, ചാവക്കാട്, അതുപോലെ തന്നെ ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം എന്നിവിടങ്ങളിലാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുമുന്നണി അധികാരത്തിൽ. അവിടെ ദിൽജിത്ത്, ഇരിങ്ങാലക്കുടയിലേക്ക് വന്നാൽ എങ്ങനെയാണ് ഒരു പിഴവ് സംഭവിച്ചത്? തീർച്ചയായും ഇരിങ്ങാലക്കുടയിൽ 41 സീറ്റുകളാണ് ആകെയുള്ളത്. UDF-ൽ 19 സീറ്റും LDF-നും 19 സീറ്റ്, ഇരുമുന്നണികൾ 19 സീറ്റുകൾ വീതവും BJP-ക്ക് 3 സീറ്റുകളുമാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇരു മുന്നണികൾക്കും തുല്യമായി വോട്ടുകൾ ലഭിക്കുകയും അതൊരു തിരഞ്ഞെടുപ്പിലേക്ക്, ഒരു നറുക്കെടുപ്പിലേക്ക് നീങ്ങും എന്നൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ പ്രതീക്ഷകൾ അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് LDF-ന്റെ ഒരു വോട്ട് അസാധുവാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന്, ഒരു വോട്ട് അസാധുവായതിനെ തുടർന്ന് UDF-ന് വോട്ടെടുപ്പിൽ മേൽക്കൈ ലഭിക്കുകയും UDF ഭരണസമിതി അധികാരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയുമുള്ള ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇരിങ്ങാലക്കുടയിൽ ഉണ്ടായത്. ബാക്കി ഇരിങ്ങാലക്കുട ഒഴികെ ബാക്കി 6 ഇടങ്ങളിലും LDF ആണ് അധികാരത്തിലെത്തിയിട്ടുള്ളത്. വ്യക്തമാണ്.